ഹരേ കൃഷ്ണ. എല്ലാവരെയും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇന്ന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പദാം സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വംദോ വിദാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന Krishna 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 Hare Hare Krishna. നെറ്റ് പോയതാന്ന് തോന്നുന്നു മാതാജി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. നെറ്റ് പോയതുകൊണ്ട്
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Krishna, Hare Krishna, Hare Krishna, Hare Krishna, Hare Ram, Hare Ram, Ram Ram. Hare Krishna, Hare Krishna, Krishna Krishna, Hare Ram. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare Ram 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Hare Hare. Hare ഹരേ Ram കൃഷ്ണ. Ram സോറി, നെറ്റ് കണക്ഷൻ വിട്ടുപോയതാണ്. ഇപ്പോ ഇഷ്യൂ പറ്റി, ക്ലിയർ ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ജസ്റ്റ് 1 സെക്കൻഡ്, വിൽ റീസ്റ്റാർട്ട്. ഹരേ കൃഷ്ണ. ക്ഷമിക്കുക, ചെറിയ സാങ്കേതികമായ തടസ്സങ്ങൾ, ഇന്റർനെറ്റ് ഉണ്ടായ പ്രോബ്ലമാണ്. സോ നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിന്റെ 3-ാമത്തെ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം. അതില് വിശ്വരൂപത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്നലെ നമ്മൾ 30-ാമത്തെ ശ്ലോകമാണ് കണ്ടത്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് വർണ്ണാസ്, അതായത് 4 വർണ്ണങ്ങളുടെ സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ, ആവിഷ്കാരത്തിനെ കുറിച്ചുള്ള വർണ്ണനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ബ്രാഹ്മണാസിന്റെ ആവിർഭാവം ഭഗവാന്റെ വായിൽ നിന്നാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടക്കുകയുണ്ടായി. നമുക്ക് 31-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം 6-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം. ബാഹുഭ്യോ വർത്തത ക്ഷത്രം ബാഹുഭ്യോ വർത്തത ക്ഷത്രം ക്ഷത്രിയസ്തദനുവൃതഃ യോജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷാകണ്ഡകക്ഷതാത്. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. അനന്തരം ബൃഹത്തായ വിരാട് രൂപത്തിന്റെ കരങ്ങളിൽ നിന്ന് സംരക്ഷണത്തിന്റെ ശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മറ്റും ദ്രോഹങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുക എന്ന ക്ഷത്രിയ തത്വത്തെ പിന്തുടർന്ന് അത്തരം സംരക്ഷണ ശക്തിയുമായി ബന്ധപ്പെട്ട ക്ഷത്രിയരുടെ അസ്തിത്വം സ്ഥാപിക്കുകയും ചെയ്തു.
അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ബ്രാഹ്മണരുടെ സൃഷ്ടിയെ കുറിച്ചിട്ട്, ബ്രാഹ്മണന്റെ പർപ്പസ് എന്താണ്, അവരുടെ കർത്തവ്യം എന്താണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് നോട്ട് ബൈ ബർത്ത്, അവന്റെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ കാണുന്നത് ക്ഷത്രിയന്റെ ആവിർഭാവവും ക്ഷത്രിയന്റെ കർത്തവ്യത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് വെറുതെ ഒന്നുകൂടെ വായിക്കുകയാണ്. അനന്തരം ബൃഹത്തായ വിരാട് രൂപത്തിന്റെ കരങ്ങളിൽ നിന്ന് സംരക്ഷണത്തിന്റെ ശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മറ്റും ദ്രോഹങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുക എന്ന ക്ഷത്രിയ തത്വത്തെ പിന്തുടർന്ന് അത്തരം സംരക്ഷണ ശക്തിയുമായി ബന്ധപ്പെട്ട ക്ഷത്രിയരുടെ അസ്തിത്വം സ്ഥാപിതമാവുകയും ചെയ്തു. ഭാവാർത്ഥം ആരെങ്കിലും ആരാണ് വായിക്കേണ്ടത്? നന്ദപതി ദേവിദാസ്, പിന്നെ ആരാണ്? ശ്രീരഞ്ജിനി, അവരുണ്ട്. ശ്രീരഞ്ജിനി മാതാജി, സേവ്യ നന്ദപതി മാതാജിയും പിന്നെ ശ്രീരഞ്ജിനി മാതാജി, രണ്ടുപേരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നോക്കാൻ നമ്പർ ഒന്നുകൂടി എന്ന് പറയാം. 30 മാതാജി സെക്കൻഡ് പാരഗ്രാഫ് 31. 31. ഓക്കെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം സർവവാക്യ ജയ. വൈദിക വിവേകത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനത്തിന് അനിവാര്യമായ വേദവിധേയത്വം വിശേഷ യോഗ്യതയായി പരിഗണിച്ച് ബ്രാഹ്മണർ അംഗീകരിക്കപ്പെട്ടതുപോലെ കള്ളന്മാരും അക്രമികളും അടങ്ങുന്ന ഛിദ്രശക്തികളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനുള്ള ശക്തിയുടെ യോഗ്യതയിൽ ക്ഷത്രിയരും അംഗീകരിക്കപ്പെട്ടു. അനുവ്രത എന്ന പദം ഇവിടെ സാർത്ഥകമാണ്. ക്ഷത്രിയനായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരുവൻ ക്ഷത്രിയനാവുകയില്ല. ക്ഷത്രിയ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ കള്ളന്മാരിൽ നിന്നും അക്രമികളിൽ നിന്നും സ്വയം ശക്തിയാൽ സംരക്ഷിക്കുന്നവനാണ് ക്ഷത്രിയനാവുക. ജാതി സമ്പ്രദായ സങ്കല്പം ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ജന്മം ബാഹ്യമായ പരിഗണന മാത്രമാണ്. ആ ഭാഗം ഒന്നുകൂടെ വായിക്കുകയാണ്. ക്ഷത്രിയ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ കള്ളന്മാരിൽ നിന്നും അക്രമികളിൽ നിന്നും സ്വന്തം ശക്തിയാൽ സംരക്ഷിക്കുന്നവനാണ് ക്ഷത്രിയനാവുക. ജാതി സമ്പ്രദായ സങ്കല്പം ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ജന്മം ബാഹ്യമായ പരിഗണന മാത്രമാണ്. അത് സാമൂഹിക ക്രമത്തിന്റെയും വിഭാഗത്തിന്റെയും മുഖ്യ ഘടകമല്ല. ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും യോഗ്യതകൾ ഭഗവത്ഗീത 18:41 മുതൽ 44 വരെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്ന് നിശ്ചയിക്കുന്നതിന് മുൻപ് അതനുസരിച്ചുള്ള യോഗ്യതകൾ എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ശ്രീരഞ്ജനി മാതാജി അവൈലബിൾ ആണോ? ഹരേ കൃഷ്ണ. ജയശ്രീ പ്രഭു. ഭഗവാൻ വിഷ്ണു എല്ലായ്പ്പോഴും പുരുഷ എന്ന് സകല വേദങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ജീവസത്തകളെയും പുരുഷ എന്ന് സൂചിപ്പിക്കാറുണ്ട്. അവ പരമമായ ശക്തിയുടെ ഭാഗം തന്നെയാണെങ്കിലും പരാശക്തികൾ അഥവാ പരാപ്രകൃതികളാണ്. അവയ്ക്ക് പ്രത്യേക യോഗ്യതകളൊന്നുമില്ലെങ്കിലും ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ മായയാൽ അവ ഭഗവാൻ തന്നെയാണെന്ന് തെറ്റായി ധരിക്കുന്നു. ഭഗവാന് സംരക്ഷണ ശക്തിയുണ്ട്. 3 മുഖ്യ ദേവന്മാരായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരിൽ ആദ്യ ദേവന് സൃഷ്ടിയുടെയും രണ്ടാമന് സംരക്ഷണത്തിന്റെയും മൂന്നാമന് സംഹാരത്തിന്റെയും ചുമതലകളാണ് ഉള്ളത്. ക്ഷത്രിയർ പ്രജകളുടെ അഥവാ കരയിലും ജലത്തിലും ജനിച്ചിട്ടുള്ള സകല ജീവികളുടെയും സംരക്ഷകനായ പുരുഷ അവതാരത്തിന്റെ പ്രതിനിധികളാകയാൽ ഈ ശ്ലോകത്തിലെ പുരുഷൻ എന്ന പദം വളരെ അർത്ഥവത്താകുന്നു. സംരക്ഷണം മനുഷ്യനും മൃഗങ്ങൾക്കും ഉദ്ദേശിച്ചുള്ളതാണ്. ആധുനിക സമൂഹത്തിൽ പ്രജകൾ കള്ളന്മാരുടെയും അക്രമികളുടെയും കൈകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നില്ല. ക്ഷത്രിയർക്ക് ഭരണം അന്യമായ ആധുനിക ജനാധിപത്യ രാജ്യത്തെ ഗവൺമെന്റ് വൈശ്യരുടെയും ശൂദ്രരുടെയുമാണ്. അവിടെ മുമ്പത്തെ പോലെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും സ്ഥാനമില്ല. യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ ചെറുമകൻ പരീക്ഷിത് മഹാരാജാവും എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സംരക്ഷണം നൽകിയിരുന്ന
മാതൃകാ ഭരണാധികാരികളായിരുന്നു. കലിയുടെ വ്യക്തിരൂപം ഒരു പശുവിനെ ദ്രോഹിച്ചപ്പോൾ പരീക്ഷിത് മഹാരാജാവ് സ്വയം ആ അക്രമിയെ വധിക്കാൻ തയ്യാറാവുകയും കലിയെ തന്റെ രാജ്യത്ത് നിന്ന് തുരത്തി വിടുകയും ചെയ്തു. അതാണ് പുരുഷൻ അഥവാ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രതിനിധിയുടെ അടയാളം. ഭഗവാൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രജകൾക്ക് സകലവിധ സംരക്ഷണങ്ങളും നൽകിയിരുന്ന വൈദിക സംസ്കാരത്തിലെ യോഗ്യനായ രാജാവിനെ ഭഗവാനോളം തന്നെ ബഹുമാനിച്ചിരുന്നു. ആധുനിക കാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് ജനങ്ങളെ മോഷ്ടാക്കളിൽ നിന്ന് പോലും സംരക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ആകയാൽ ജനങ്ങൾക്ക് തങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തിന് ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കേണ്ടി വരുന്നു. യോഗ്യരായ ബ്രാഹ്മണരും ക്ഷത്രിയരും ഇല്ലാത്തതും നാമമാത്രമായ പൊതുഭരണത്തിൽ വൈശ്യരുടെയും ശൂദ്രരുടെയും അധീനം അധികരിച്ചതുമാണ് ആധുനിക സമൂഹത്തിലെ കുഴപ്പങ്ങൾക്ക് കാരണം. ഹരി ഓം തസ്സ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു. വായിച്ച സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ട അതേ കാര്യങ്ങൾ ചില പ്രഭാത വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. വെച്ചാൽ അവിടെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ക്ഷത്രിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷത്രിയർ എന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം അവൻ ക്ഷത്രിയനാവുന്നില്ല, മറിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ക്ഷത്രിയൻ. അപ്പൊ അതുപോലെ വളരെ ക്ലിയർ ആയിട്ട് 2 പ്രാവശ്യം വായിച്ച ഭാവാർത്ഥ ഭാഗത്തിൽ പറയുന്നത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന്. ഈ ജാതി സമ്പ്രദായ സങ്കല്പം എന്ന് പറയുന്നത് ഒരിക്കലും ജന്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, മറിച്ച് യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ നമ്മുടെ ഭാരതത്തില് അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിനുണ്ടായ ഏറ്റവും വലിയൊരു പോരായികയാണ് ഇതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ഇപ്പോഴും എന്താ പറയാ, സോ കോൾഡ് സെക്യുലറിസം എന്ന് പറയുന്നവര് സനാതന ധർമ്മത്തിനെ പറ്റി പറയുന്നത് ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ആരും മനസ്സിലാക്കാതെ, തീർച്ചയായിട്ടും മനസ്സിലാക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പഴയ കാലങ്ങളിൽ അതിനെ ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അന്നേരവും അതിനെ ജന്മത്തിനെ അടിസ്ഥാനപ്പെടുത്തി ബ്രാഹ്മണനാണ് എന്ന് പറയുന്നതിനെയാണ് അങ്ങനെ ഒരു ധരിച്ചു വെച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതിയിലേക്ക് വരാനുള്ള കാരണമാകുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ ശീലപ്രഭാത് വീണ്ടും ഊന്നി പറയുന്ന കാര്യം ഇതാണ്. ജാതി സമ്പ്രദായം എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. ജാതി സമ്പ്രദായം ഇല്ലാതെ നമുക്ക് ഈ സിസ്റ്റം കൊണ്ടുവരാൻ തന്നെ സാധിക്കുകയില്ല. സോ അതുകൊണ്ട്, അല്ലെങ്കിൽ ഇവൻ പ്രകൃതിയുടെ നിയമം തന്നെയാണ് ഈ പറഞ്ഞ ജാതി സമ്പ്രദായം. പക്ഷെ അതിന് ജന്മം കൊണ്ടല്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈവൻ പാമ്പുകളിൽ പോലും, ഈവൻ കല്ലുകളിൽ പോലും ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ശിലകൾ, അതുപോലെ ചില ക്വാളിറ്റിയുള്ള ശിലകൾ മാത്രമേ അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായി എടുക്കുകയുള്ളൂ. അതുപോലെ പറഞ്ഞ പോലെ പാമ്പുകൾ കടിക്കുന്നതിനനുസരിച്ച്, നമുക്കറിയാം മിക്കവാറും പാമ്പുകൾ കാലിലാണ് കടിക്കുന്നത്. പക്ഷെ എങ്കിലും അതിനെ കടിക്കുന്ന രീതിയും അതുപോലെ മറ്റു പല സിംറ്റംസ് അനുസരിച്ചിട്ട് പാമ്പുകൾ തന്നെ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്നതനുസരിച്ചിട്ടാണ് പഴയ കാലങ്ങളിൽ ഈ വിഷഗ്വരന്മാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാമ്പിനെ വേണ്ടി ചികിത്സിക്കുന്ന വ്യക്തികൾ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. വിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നാണ് അർത്ഥം. സോ അങ്ങനെ ഈ പറയുന്നതിൽ ഇങ്ങനെ പറയുന്ന ഈ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ പഴയ കാലങ്ങളിൽ പറഞ്ഞ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൽ പറയുന്നത് അനുസരിച്ചിട്ട് കള്ളന്മാരെയും കൊള്ളക്കാരെയും അതുപോലെ സമൂഹത്തിനെ അവരിൽ നിന്ന് സംരക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. പക്ഷെ അതേ ക്ഷത്രിയൻ തന്നെ, അല്ലെങ്കിൽ ഈവൻ ബ്രാഹ്മണന്മാർ പോലും താഴ്ന്ന ജാതിയിൽ ഉണ്ടായിരുന്നവരെ അടിമകളായി വെച്ചുകൊണ്ട് അവരെ യൂസ് ചെയ്ത കാലങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ചത്. അപ്പോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ എന്താ പറയാ, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു
അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് കാലങ്ങളിലല്ല, ഇപ്പോഴും തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥമായ ആ പരിജ്ഞാനമില്ലാത്തതിന്റെ ഒരു പോരായ്മ കൊണ്ടാണ് നമ്മളുടെ ഈ സനാതന ധർമ്മത്തിന്റെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഒരു തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ഭഗവാൻ വിഷ്ണു എല്ലായ്പ്പോഴും പുരുഷ എന്ന സകല വേദങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ഹി ഈസ് ഓൺലി വൺ പുരുഷ. പുരുഷ എന്ന് പറഞ്ഞാൽ എൻജോയർ എന്നാണ് അർത്ഥം. ആരാണോ ഈ മുഴുവൻ സൃഷ്ടിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ട് ആനന്ദിക്കേണ്ടവൻ ആരോ അവനാണ് പുരുഷൻ. അപ്പൊ ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മാത്രമാണ് പുരുഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ശ്രീല പ്രഭുപാദ് ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവസാനം പറയുന്നുണ്ട് ഈ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ക്ഷത്രിയ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് അല്ലെങ്കിൽ എല്ലായിടത്തും ഡെമോക്രസി എന്ന് പറയുന്നതൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ആ ഡെമോക്രസി കൊണ്ടുവന്നത് കാരണം പല സ്ഥലങ്ങളിലും ശൂദ്രന്മാരുടെയൊക്കെ കൈകളിലാണ് ഇപ്പം ഇതൊക്കെ ഇരിക്കുന്നത്. അതായത് യഥാർത്ഥ ക്വാളിഫൈഡ് അല്ലാത്തവർ, ഇറ്റ്സ് നോട്ട് ദാറ്റ് എവ്രിബഡി ഈസ് ശൂദ്ര എന്നുള്ള അർത്ഥത്തിലല്ല, യഥാർത്ഥമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടിയാലുള്ള ഒരു പോരായ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ കാരണം ഒരു ചെറിയൊരു ലോജിക്കൽ സെൻസ് എങ്കിലും ഉണ്ടാവേണ്ട. ഞാൻ പേഴ്സണലായിട്ട് ആരെയും ഇൻസൾട്ട് ചെയ്യുക അല്ല, പക്ഷെ എങ്കിലും നമുക്ക് അക്കങ്ങൾ പോലും കൂട്ടി വായിക്കാൻ സാധിക്കാത്ത ഒരാള് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ആ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ക്വാളിറ്റി എത്ര അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അതായത് 9,650 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ? 9,650 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതുപോലും പറയാൻ സാധിക്കാത്ത ഒരാളെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. സോ ഹൗ ക്യാൻ ഹി ബി എ ക്ഷത്രിയ? അപ്പോ പ്രോപ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവൻ ഏത് ജാതിയിൽ ജനിച്ചു എന്നുള്ളതല്ല ഇവിടെ നമ്മൾ പറയുന്നത്. സിംപ്ലി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഏത് പൊസിഷനിലും ഇരിക്കേണ്ടത്. അതല്ല എങ്കിൽ ഇപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ, അതായത് പറയുന്നതാണ്, ആധുനിക കാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജനങ്ങളെ മോഷ്ടാക്കളിൽ നിന്ന് പോലും സംരക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതി. ആകയാൽ ജനങ്ങൾക്ക് തങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തിന് ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കേണ്ടി വരുന്നു. യോഗ്യരായ ബ്രാഹ്മണരും ക്ഷത്രിയരും ഇല്ലാത്തതും നാമമാത്രമായ പൊതുഭരണത്തിൽ വൈശ്യരുടെയും ശൂദ്രരുടെയും സ്വാധീനം അധികരിച്ചതുമാണ് ആധുനിക സമൂഹത്തിലെ കുഴപ്പങ്ങൾക്ക് കാരണം. സോക്കോൾഡ് സോഷ്യലിസം എന്ന് പറയുന്നത്, സോഷ്യലിസം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഭഗവാൻ കൃഷ്ണനാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞത് പ്രകൃതിയുടെ ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ടെങ്കിൽ ഉയർച്ചയുണ്ട് എന്നുള്ളത് ഇത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഈ മുകളിലും താഴെയും ഉള്ളത്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു 100% സമനിരപ്പായിട്ടൊരു സ്ഥലം നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പ്രകൃതിയിൽ പാടില്ല, അത് നടക്കത്തുമില്ല. അപ്പോ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മുടെ മനുഷ്യ രാശിയിലും അത് തന്നെ ബാധകമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഭഗവാൻ തന്നെ ഇത് ഈ നാല് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സമ്പ്രദായം ഭഗവാൻ തന്നെ ഇത് കൊണ്ടുവരികയും ഭഗവാൻ തന്നെ അതിനെ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു. ഭഗവാൻ തന്നെയാണ് സോഷ്യലിസവും ഈ 4 സമ്പ്രദായം കൊണ്ടുവന്ന അതേ ഭഗവാനാണ് സോഷ്യലിസവും പറഞ്ഞു തന്നത്. നമുക്കറിയാം ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായ ആ ശ്ലോകം, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്ഥിനി സുനീ ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. സോ ഒരു പണ്ഡിതനായ ഒരുവൻ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു. അതാണ് സോഷ്യലിസം. സോ അവരെ ഏത് രീതിയിൽ കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു ഒരിക്കലും ജനിച്ചത് ഏത് കുലത്തിലാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഒരു വ്യക്തിക്കുള്ള പ്രാതിനിധ്യം മഹാപ്രഭു കൊടുത്തിരുന്നത്. മഹാപ്രഭു എല്ലാവരെയും ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്തു. ഭഗവാന്റെ നാമം വിളിക്കുന്ന എല്ലാവർക്കും അതിനുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിനുള്ള ഇമ്പോർട്ടൻസ് മഹാപ്രഭു കൊടുത്തായിട്ട് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തഴഞ്ഞു എന്നല്ല, മറ്റുള്ളവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവരോട്
എപ്പോഴും ഭഗവാൻ നാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ എല്ലാവരെയും വൈഷ്ണവരാക്കാനുള്ള ശ്രമമാണ് മഹാപ്രഭു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്, ഇവൻ ഭഗവാൻ കൃഷ്ണൻ സ്വയം പോലും എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ അദ്ദേഹം കാണുകയും, അല്ലെങ്കിൽ എല്ലാവർക്കും ഈസ് ഈക്വൽ ടു എവരിബഡി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം എങ്ങനെയാണ് സ്ഥാപിച്ചത്? തീർച്ചയായിട്ടും ഡിവോട്ടീസ് എല്ലാവരും ഡിവോട്ടീസ് എന്ന് പറയുന്നത് ഭഗവാന് സ്പെഷ്യലാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഡിവോട്ടീസ് ആർ സ്പെഷ്യൽ ടു ദ ലോർഡ്. പക്ഷെ ആരെയും ഒരു ഭക്തനാക്കുന്നതിൽ നിന്ന് ഭഗവാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ രാവിലത്തെ ക്ലാസ്സിൽ ഗംഗാനാഥ് പ്രഭു പറയാണ്, നമ്മളെ തീവ്രമായ ഇച്ഛയാണ് അത് നമ്മളെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് എത്രമാത്രം ആഗ്രഹം നമ്മളിലുണ്ട്. ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഗ്രന്ഥം പറയുന്നുണ്ടെങ്കിൽ അതേ, അല്ലെങ്കിൽ ഈവൻ എന്താ പറയാ, ആറ് ദോഷങ്ങൾ, നമ്മളിലുള്ള 6 ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം എന്ന് പറയുന്നതില് അതില് ലോഭം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ നമ്മുടെ ലൗല്യം, അല്ലെങ്കിൽ എന്താ പറയാ, അത്യാഗ്രഹം. ലോഭമല്ല ഉദ്ദേശിച്ചത്, ലൗല്യം. സോ ലൗല്യം എന്ന് പറയാൻ ഉദ്ദേശിച്ച പാടില്ല, ഓഫ്കോഴ്സ് സംശയമില്ല. സോ ലൗല്യം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വേണമെന്ന ആർത്തി, അത്യാഗ്രഹം ഒരിക്കലും പാടില്ല. എന്നാൽ ഭക്തിരസാമൃത സിന്ധുവില് ശ്രീലരൂപ ഗോസ്വാമി പ്രഭുപാദ് പറയുന്നത്, ആർക്കാണോ ആ ലൗല്യം ഭക്തിയോടുണ്ടാവും അവനാണ് യഥാർത്ഥ ഭക്തനാവുന്നത്. സോ ഇത്രയ്ക്ക് ആഗ്രഹം, തീവ്രമായ അല്ലെങ്കിൽ തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിലേക്ക് ഭക്തിയിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരുവന് ഭഗവാൻ പ്രിയപ്പെട്ടവനായി, ഭഗവാന് വളരെ പ്രിയപ്പെട്ടവനായിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, തീർച്ചയായും വീണ്ടും ഇതിൽ ചില പ്രഭുപാദ് പറയുന്നത് അത് തന്നെയാണ്. അതിന് എക്സാമ്പിളും ചില പ്രഭുപാദ് പറയുന്നതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട്, യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ പൗത്രനുമായിരുന്ന പരീക്ഷിത് മഹാരാജാവും, ഇവർ രണ്ടുപേരും ഒരേപോലെ, ഇവൻ മൃഗങ്ങൾക്ക് പോലും പ്രൊട്ടക്ഷൻ തന്റെ രാജ്യത്ത് കൊടുത്തിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം ഈ വർണ്ണാശ്രമ വ്യവസ്ഥ കൊണ്ടുവരുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇന്നും അതുപോലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വർണ്ണാശ്രമ വ്യവസ്ഥ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ കാര്യം പറഞ്ഞത്, യോഗ്യരായ ബ്രാഹ്മണരും ക്ഷത്രിയരും ഇല്ലാത്തവരും നാമമാത്രമായ പൊതുഭരണത്തിൽ വൈശ്യരുടെയും ശൂദ്രരുടെയും സ്വാധീനം അധികരിച്ചതുമാണ് ആധുനിക സമൂഹത്തിലെ കുഴപ്പങ്ങൾക്ക് കാരണം. സോ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തി ഭരണത്തിന് കൈയേറുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഭരണമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 32 നമുക്ക് പോകാം. വിശോവർത്തന്ത തസ്യോർവോർ ലോകവൃത്തികരീർ വിഭോ വൈശ്യസ്തദുദ്ഭവോ വാർത്താം നൃണാം യസ്സമവർത്തയത്. വിവർത്തനം: വ്യക്തികളുടെ ജീവനോപാധി പ്രജകൾക്കു വേണ്ടിയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനവും വിതരണവും ഭഗവാന്റെ ബൃഹത് രൂപത്തിന്റെ തുടകളിൽ നിന്ന് ഉദ്ഭവിച്ചു. അവയുടെ നിർവഹണത്തിന്റെ ചുമതലക്കാരനായ വണിക്കുകളെ വൈശ്യർ എന്ന് വിളിക്കുന്നു. ഭഗവാന്റെ തുടയിൽ നിന്ന് വൈശ്യർ എന്ന കുലം ആവിർഭവിക്കുകയാണ് ചെയ്തത്. അതിന്റെ സേവനം എന്താണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പ്രജകൾക്ക് വേണ്ടിയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനവും വിതരണവും. ഇവിടെ ഈ കഴിഞ്ഞ പർപ്പോട്ടിൽ ചില പ്രഭുപാദ് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിൽ 41 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളില് ഇവരുടെ ഇതിനെ കുറിച്ചിട്ട്, അവരുടെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ
യജൻ യാജൻ പഠൻ പാഠൻ. പിന്നെ ദാനങ്ങൾ സ്വീകരിക്കുകയും ദാനം നൽകുകയും. ഇതാണ് ബ്രാഹ്മണരുടെ ക്വാളിറ്റി. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. എല്ലാ മൂന്ന് സമുദായത്തിലുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യുക. അല്ലെങ്കിൽ ബ്രാഹ്മണനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക എന്നോ അല്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിലുള്ളവരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല. തന്റെ അധീനതയിലുള്ള സകലമാന ആൾക്കാരെയും, ബ്രാഹ്മണരെയും വൈശ്യരെയും ശൂദ്രരെയും, അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷത്രിയ അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ കടമ. അതുപോലെ വൈശ്യന്റെ കടമ ഗോരക്ഷ, വാണിജ്യം. ഗോരക്ഷയും വാണിജ്യവുമാണ്. കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇത് മൂന്നുമാണ് ക്ഷത്രിയ വൈശ്യരുടെ സർവീസ് സേവനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശൂദ്രരുടെ എന്ന് പറയുന്നത് സേവനം ചെയ്യുക. മറ്റു മൂന്ന് തരത്തിലുള്ള ഉയർന്ന തലത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ശൂദ്രരുടെ കർത്തവ്യം. ശൂദ്രർ എന്ന് പറഞ്ഞത് കൊണ്ട് അവർ താഴ്ന്ന ജാതിയായി എന്നൊരു ഒരിക്കലും ഒരു അർത്ഥം ഭഗവാൻ ശാസ്ത്രത്തിൽ എങ്ങും പറയുന്നില്ല. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശ്ലോകത്തില്, ഒരു ശൂദ്രന് പോലും ഭക്തനാകാൻ സാധിക്കും, ഈവൻ ശൂദ്രന് താഴെയുള്ളവന് പോലും ഭക്തനാകാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സോ ആ കാറ്റഗറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു തരത്തിലുള്ള ലോവർ ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് ലെവലും മറ്റു പല കാര്യങ്ങളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ദേ ആർ ലോവർ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ദേ ക്യാൻ ബിക്കം എ ഡിവോട്ടി. ഒരു ഭക്തനാകുന്നതിന് വേണ്ടി അവർക്ക് യാതൊരു വിധമായ തടസ്സവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ അതാണ് ഇതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? കൃഷ്ണ പ്രഭുജി. വായിച്ചത്. മനുഷ്യ സമൂഹത്തിന്റെ ജീവനോപാധി അഥവാ കൃഷിയും ഗതാഗതം, ബാങ്കിംഗ് എന്നിവ ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിതരണ വ്യാപാരവുമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വ്യവസായം ഒരു കൃത്രിമ ജീവിതോപാധിയും പ്രത്യേകിച്ച് വൻകിട വ്യവസായ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഹേതുവുമാകുന്നു. വിഷയിൽ ഏർപ്പെട്ടിട്ടുള്ള വൈശ്യരുടെ കർത്തവ്യങ്ങളെ സംരക്ഷണം, കൃഷി, വ്യാപാരം എന്നിങ്ങനെ ഭഗവത്ഗീതയെ വിഭജിച്ചിട്ടുണ്ട്. മനുഷ്യജീവിക്ക് തന്റെ ജീവനോപാധിക്ക് പശുവിനെയും കൃഷിഭൂമിയെയും സുരക്ഷിതമായി ആശ്രയിക്കാമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. അടുത്താരാണ് വായിക്കേണ്ടത്? അടുത്ത രതി മാതാജി വായിച്ചട്ടെ. വിഷയം തോന്നുന്നു. ഹരേ കൃഷ്ണ. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും അതിനുവേണ്ടിയുള്ള ഗതാഗതവും ബാങ്കിങ്ങും ഈ ജീവനോപാധി രീതിയുടെ ഒരു ശാഖയാണ്. വൈശ്യ സമൂഹത്തെ പല ഉപവിഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ചിലർ ക്ഷേത്രികൾ അല്ലെങ്കിൽ ഭൂവുടമകൾ എന്നും വിളിക്കപ്പെടുന്നു. ചിലർ കൃഷ്ണനകൾ അഥവാ ഭൂമി ഉഴുന്നവരാകുന്നു. മറ്റു വിഭാഗങ്ങൾ തിലവണിക്കുകൾ, ധാന്യങ്ങൾ കൊയ്യുന്നവർ, ഗന്ധവണിക്കുകൾ, ധാന്യ വ്യാപാരികൾ, സുവർണവണിക്കുകൾ, സ്വർണത്തിന്റെയും ബാങ്കിങ്ങിന്റെയും വ്യാപാരം നടത്തുന്നവർ, ബ്രാഹ്മണർ, അധ്യാപകരും ആത്മീയ ഗുരുക്കന്മാരും, ക്ഷത്രിയർ കള്ളന്മാരിൽ നിന്നും അക്രമികളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്നവരും, വൈശ്യർ ഉൽപാദന വിതരണങ്ങളുടെ ചുമതലക്കാരുമാകുന്നു. മേൽപ്പറഞ്ഞ ഒരു പ്രവൃത്തിയും സ്വതന്ത്രമായി നിർവഹിക്കുവാൻ കഴിവില്ലാത്ത ബുദ്ധിരഹിതരായ ശൂദ്രരുടെ ജീവിതോപാധി ഉയർന്ന നിലവാരത്തിലുള്ള 3 വിഭാഗങ്ങളെയും സേവിക്കലാണ്. മുമ്പ് ജീവിക്കുവാൻ വേണ്ടി കർമ്മം ചെയ്യാൻ സമയമില്ലായിരുന്ന ബ്രാഹ്മണരുടെ ആവശ്യങ്ങളെല്ലാം ക്ഷത്രിയരും വൈശ്യരും നിറവേറ്റിയിരുന്നു. ക്ഷത്രിയർ വൈശ്യരിൽ നിന്നും ശൂദ്രരിൽ നിന്നും നികുതികൾ പിരിച്ചിരുന്നെങ്കിലും ബ്രാഹ്മണരെ എല്ലാത്തരം ആദായ ഭൂനികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിപ്ലവങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആ സമ്പ്രദായത്തിലുള്ള മനുഷ്യ സമൂഹം മനോഹരമായിരുന്നു. ആയതിനാൽ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിന് വ്യത്യസ്ത ജാതികൾ അഥവാ വർണ്ണ വിഭജനങ്ങൾ അനിവാര്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും നന്ദി. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ഇത് പലതും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ പറയുന്നത്
കർമ്മം ചെയ്യുവാൻ സമയമില്ലാതിരുന്ന ബ്രാഹ്മണരുടെ ആവശ്യങ്ങൾക്കെല്ലാം ക്ഷത്രിയരും വൈശ്യരും നിറവേറ്റി, അവരുടെ ആവശ്യങ്ങളെല്ലാം ക്ഷത്രിയരും വൈശ്യരും നിറവേറ്റുകയാണ് ചെയ്തത്. അപ്പൊ ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവരുടെ സേവനത്തിൽ അവര് നിരതരായതുകൊണ്ട് അവർക്ക് സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അവർ തിരക്കിലായിരുന്നു. ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും യജ്ഞങ്ങൾ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ അഡ്വൈസസ് നൽകുന്നതിലും, രാജ്യകാര്യങ്ങളിലുള്ള ആവശ്യങ്ങൾ അഡ്വൈസസ് നൽകുന്നതിലും അവർ പൂർണ്ണമായും തിരക്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ചിരുന്നതിനാൽ അവര് മറ്റു വീട്ടിലുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അവർ ക്ഷത്രിയരും വൈശ്യരും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത്. അതാണ് തീർച്ചയായിട്ടും അതാണ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണെന്ന് പറയുന്നത്. ബ്രാഹ്മണന്മാര് മാത്രമേ ഉള്ളൂ എങ്കിൽ അവരാരെ പിന്നെ പഠിപ്പിക്കുന്നത്? സോ താഴെയുള്ള ആൾക്കാരുണ്ടാവണം. ക്ഷത്രിയർ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വരുന്നില്ല. വൈശ്യരാണെന്നുള്ള അവർ ബിസിനസ്സും കൃഷിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കൊടുക്കണമെങ്കിൽ അവർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ സേവനം ചെയ്യാനും നമുക്ക് ആൾക്കാരുണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിൽ പറയുന്ന ബ്രാഹ്മണരുടെ കാര്യങ്ങൾ, അതുപോലെ ബ്രാഹ്മണരെ എല്ലാത്തരം ആദായ ഭൂനികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വിപ്ലവങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ആ സമ്പ്രദായത്തിലുള്ള മനുഷ്യ സമൂഹം മനോഹരമായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ നല്ല രീതിയിൽ പോകാനുള്ള കാരണം ഈ പറഞ്ഞ സോക്കോൾഡ് വിപ്ലവവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ പറയുന്ന ബ്രാഹ്മണര് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് കാരണം അന്നത്തെ കാലത്ത് അവര് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ആത്മസാക്ഷാത്കാരത്തിനാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാവും. അന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെലവാക്കി കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ചെലവ് കൊടുത്തിരുന്നത് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നതിനാണ് ഭയങ്കരമായിട്ട് കൂടുതൽ ചെലവാക്കുന്നത്. അവർക്ക് ലക്ഷക്കണക്കിന് പശുക്കളെയും സ്വർണവും ഗ്രാമവും ഒക്കെയാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഇന്റലിജൻസ് ക്ലാസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്, അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് അഡ്വൈസസ് നൽകുന്നതിനും മറ്റ് സമൂഹത്തിലുള്ള മറ്റ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന അതില് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് ബ്രാഹ്മണരെ എല്ലാത്തരം ആദായ ഭൂനികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതേ പ്രിഫറൻസ് കിട്ടുന്ന ആർക്കുണ്ടെന്നറിയോ? ആരെങ്കിലും പറയാമോ? ആദായ ഭൂനികുതികളിൽ നിന്നൊക്കെ എക്സെപ്ഷൻസ് ധാരാളം കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇന്ന്. ആരാന്നറിയോ? പൊളിറ്റീഷ്യൻസിന് എക്സെപ്ഷൻസ് ഇല്ല. മന്ത്രിമാർക്ക് ഇല്ല. മന്ത്രിമാർക്ക് കൊടുക്കണം, ടാക്സ് കൊടുക്കണം അവർക്ക് മിലിറ്ററിക്കാർക്ക് കറക്റ്റ്, മിലിറ്ററിക്കാർക്കാണ്. ഓക്കെ, മിലിറ്ററിക്കാർക്ക് ഇൻകം ടാക്സ് കൊടുക്കണം, അത് സംശയമില്ല. പക്ഷെ അവർക്ക് വീടിന്റെ ടാക്സ് ഒന്നുമില്ല. അവർക്ക് വീടിന്റെ ടാക്സ് ഇല്ല. അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. മന്ത്രിമാരൊക്കെ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇതൊക്കെ എടുക്കുന്നുണ്ട്, അത് പറ്റരുത്. പക്ഷെ നിയമപരമായിട്ട് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് മിലിറ്ററിക്കാർക്ക്. കാരണം ഇന്ന് ലോകത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ സുരക്ഷയാണ്, രാജ്യസുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഭാരതത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മിലിറ്ററി അല്ലെങ്കിൽ സുരക്ഷാ സംരക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാറുന്നുണ്ട്. ഭാരതം മാത്രമല്ല, ഏത് രാജ്യത്തിന്റെ എടുത്താലും അതിനുവേണ്ടി മാറ്റുന്നുണ്ട്. പക്ഷേ ഭാരതത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു എമൗണ്ടും പെൻഷൻ, അതുപോലെ പെൻഷനായി കഴിഞ്ഞവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിനെക്കാട്ട് അത് വലിയൊരു ഭാരിച്ചൊരു എമൗണ്ടാണ്. അപ്പോ അതിലേക്ക് വരാൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. 20 വർഷം പോയി സേവനം ചെയ്ത് കഴിഞ്ഞാൽ, മിലിറ്ററിയിൽ സേവനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം സുരക്ഷിതമായി. പിന്നെ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേ വേണ്ട, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. മെഡിക്കൽ എക്സ്പെൻസ്, മെഡിക്കൽ കംപ്ലീറ്റ് ഫ്രീ. പിന്നീട് അതുപോലെ തന്നെ പെൻഷൻ ധാരാളം കിട്ടും. ഒരു കുടുംബം കഴിയാനുള്ള പെൻഷൻ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ പൊസിഷൻ അനുസരിച്ച്, ഹയർ പൊസിഷൻ അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള പെൻഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ടാക്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇൻകം ടാക്സ് തീർച്ചയായിട്ടും കൊടുക്കണം. അതിന് മറ്റു പല മാർഗങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഫെസിലിറ്റി കൊടുക്കുന്നത്
ആ മിലിറ്ററിയിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലേ അവർ വരുന്നത്. അപ്പം അതിനുള്ള പ്രയോറിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്ന് എഡ്യൂക്കേഷനിൽ ഉണ്ട്, പ്രാധാന്യം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എഡ്യൂക്കേഷൻ്റെക്കാൾ പ്രാധാന്യം, എഡ്യൂക്കേഷൻ റിട്ടയർ ആവുന്നവർക്ക് ഇത്രയും വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഗവൺമെന്റ് ജോലിയിൽ കിട്ടുന്ന, ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ കിട്ടുന്നവർക്ക് എനിക്ക് ഇപ്പൊ പെൻഷൻ നിർത്തും തോന്നുന്നു. സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ പെൻഷൻ നിർത്തിയോ അതോ ഇല്ലെന്നേ? ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് വഴിയുള്ള പെൻഷൻ. കറക്റ്റ്. അപ്പം നേരത്തെ ഒക്കെ ഉള്ള എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഉള്ളവർക്കൊക്കെ പെൻഷൻ കിട്ടുമായിരുന്നു. ഇപ്പം ആ പെൻഷനൊക്കെ നിർത്തി. ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് പെൻഷൻ ഒന്നും ഇല്ല. കാരണം ഇത്രയ്ക്ക് പ്രാധാന്യമേ ഉള്ളൂ അതിന്റെ ലെസ് ഇമ്പോർട്ടൻസ്. പക്ഷെ ആൾക്കാർ ജോലി എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ജോലി മേടിക്കുന്നത് തന്നെ. അപ്പം പ്രയോറിറ്റി നമ്മുടെ ലോകത്തില് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ പ്രയോറിറ്റി മാറി. അതുകൊണ്ട് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ആൾക്കാരും മാറി എന്നുള്ളത് നമുക്ക് അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ, പ്രഭാത് പറയുന്നത് നോക്കുകയാണെങ്കിൽ, ക്ഷത്രിയർ വൈശ്യരിൽ നിന്നും ശൂദ്രനിൽ നിന്നും നികുതികൾ പിരിച്ചിരുന്നുവെങ്കിലും ബ്രാഹ്മണരെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. സോ ആയതിനാൽ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിന് വ്യത്യസ്ത ജാതികൾ അഥവാ വർണ്ണ വിഭജനങ്ങൾ അനിവാര്യമാണ്. യു കനോട്ട് അവോയ്ഡ് ദാറ്റ്. അതൊരിക്കലും മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. കാരണം നമ്മള് ഇന്ന് നിലനിൽക്കുന്ന മിസ്കൺസെപ്ഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. മിസ്കൺസെപ്ഷൻ അല്ല അതിന്റെ യഥാർത്ഥമായ രീതിയിൽ. പക്ഷെ യഥാർത്ഥമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഭജനം ഉണ്ട് എന്ന് തന്നെ പറയാം. ശൂദ്രൻ എന്ന് പറയുന്നത് ആൾക്കാർ പറയും, അയ്യോ ശൂദ്രൻ ഇല്ല, ശൂദ്രൻ എന്ന് പറയാൻ പാടില്ല, അതില്ല. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഗംഗാനാഥ് പ്രഭു ഉണ്ട്, ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ഗൾഫില് ഇപ്പം ദിവ്യമാതാജി ഗൾഫിലാണ്. വേറെ ആരെങ്കിലും ദീപമാതാജി ഉണ്ടോ എന്നറിയില്ല. സോ ഗൾഫിൽ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഗൾഫില് ആരെങ്കിലും ഉള്ളവരോ അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, അവിടെ ചെന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു കാർഡാണ് ലേബർ കാർഡ്. ഇപ്പൊ ലേബർ കാർഡ് മാറ്റി അതിന് എമിറേറ്റ്സ് ഐ ഡി, ദുബായിലൊക്കെ യുഎയിലൊക്കെ എമിറേറ്റ്സ് ഐ ഡി ആക്കി അതിനെ റീപ്ലേസ് ചെയ്യാൻ. പക്ഷെ എന്നാലും അതിനൊരു കാർഡ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ലേബർ കാർഡ്. ആ ലേബർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് യു ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലേബർ. നിങ്ങളൊരു കമ്പനിയുടെ സിഇഒ ആയിക്കോട്ടെ, ബട്ട് യു ഹോൾഡ് എ ലേബർ കാർഡ്. അപ്പൊ ദാറ്റ് മീൻസ് യു ആർ ദ ലേബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കമ്പനിയിൽ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ എന്ന് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാല്, ശാസ്ത്രപ്രകാരം ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും പറയാം. എന്താണ് ഒരു ശൂദ്രനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മാർഗം? ഹരേ കൃഷ്ണ. പറയണം. തൻ്റെ ശാരീരിക അധ്വാനം കൊണ്ട് സേവിക്കുക, അതിന് പ്രതിഫലം പറ്റുക. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്. അതായത് ഓക്കെ, ശരിയാണ്. അതായത് ഡയറക്റ്റ് സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ശമ്പളം മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടോ, ഹീസ് എ ശൂദ്ര. ആരെങ്കിലും ശമ്പളം മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടോ, ആള് ശൂദ്രനാണ്. കൂലിപ്പണിക്കാരനായിക്കൊള്ളട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ബ്രാഹ്മണരും ശൂദ്രര് തന്നെയാണ് അല്ലേ? 100%. ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണർ ആരാണുള്ളത്? നോ ബ്രാഹ്മണ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, മതജി സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം. ഐ വോണ്ട് ടു നെയിം ദറ്റ് പേഴ്സൺ. പക്ഷെ എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമാണ്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പുള്ളി ഒരു ഒരു മാർക്സിസ്റ്റുകാരനാണ്. പുള്ളിയുടെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഒക്കെ കാണാനിടയായി. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പുള്ളി ഒരു ഒരു നിരീശ്വരവാദിയെ പോലെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. പുള്ളി വലിയ സന്യാസിയായിട്ട് കാവ്യ വസ്ത്രം കൊടുത്തിട്ടായിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്ന ആൾക്കാർ. ദേവസ്വം ബോർഡ് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കയ്യിൽ. അവർ ദൈവമേ ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ. അവര് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തന്നെ ഇത് വേറെ. അപ്പോ അവരൊക്കെ ശമ്പളം മേടിക്കുന്നവരാ. ശമ്പളം മേടിക്കുന്നവരാരായാലും ഒരു ബ്രാഹ്മണന്റെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നെ, അതായത് ബെസ്റ്റ്
നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു എക്സാമ്പിള്. ചാണക്യ പണ്ഡിറ്റ് ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജസദസ്സിലെ അഡ്വൈസർ ആയിരുന്നു. അദ്ദേഹം ഒരു പൈസ പോലും അദ്ദേഹം സാലറി ആയിട്ട് മേടിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താണ്, ചന്ദ്രഗുപ്ത മൗര്യനെ വരച്ച വരയെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. പറയാനുള്ളത് മുഴുവൻ തുറന്നു പറയും. ഈ ബ്രാഹ്മണന്റെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. അതാണ് അഡ്വൈസേഴ്സ് ആയിട്ടാണ് ബ്രാഹ്മൺസിനെ കൺസിഡർ ചെയ്തത്. അഡ്വൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കമ്പനിയിലെ ഒരു സിഇഒ ആയിക്കൊള്ളട്ടെ, ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാനേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. ഓണർ എന്ത് പറയുന്നോ അതിനനുസരിച്ച് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. നിങ്ങളൊരു തീരുമാനം എടുത്ത് ഓണർ പറയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. എത്ര ബെസ്റ്റ് ഡിസിഷൻ ആയിക്കൊള്ളട്ടെ, യു കനോട്ട് ഇംപ്ലിമെന്റ് ഇറ്റ്. അപ്പോ അതല്ല, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാനെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ നീ പോടാന്ന് പറഞ്ഞിട്ട് പോകണമെങ്കിൽ നമ്മൾ സാലറി മേടിക്കുന്നതിനാണെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, ഇവിടെ ഇട്ടിട്ട് നമ്മൾ വേറൊരു വേണേൽ പോയി സാലറി മേടിച്ച് ജോലിക്ക് കിട്ടാമായിരിക്കാം. പക്ഷേ ഒരു യഥാർത്ഥമായിട്ട് സാലറി മേടിക്കുന്ന ഒരാൾക്ക് തന്റെ ബോസിനോട് ഒരിക്കലും കയർത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ 100% ഒപ്പീനിയൻ കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഒരു സാലറി മേടിക്കുന്ന ഏതൊരുവനും, ഈവൻ ടീച്ചേഴ്സ് സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ ഒറിജിനലി പറഞ്ഞാൽ നമ്മളിപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതുപോലെ അധ്യാപകന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. സപ്പോസ് ടു ബി ബ്രാഹ്മണന്റെ ഇത് ക്വാളിഫിക്കേഷൻ ഉള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് കാശ് കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് ജോലി മേടിച്ച് സാലറി മേടിക്കുന്നവരാണ്. ദേ ക്യാൻ നെവർ ബി കൺസിഡർഡ് ആസ് ബ്രാഹ്മണ ക്വാളിറ്റീസ്. സോ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാൽ there is a ബ്രാഹ്മണ ക്വാളിറ്റി. ബ്രാഹ്മണ ക്വാളിറ്റി എന്താണ്? എന്നാൽ ബ്രാഹ്മണന്മാർക്കും ജീവിക്കണം. തീർച്ചയായിട്ടും സാലറി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാലറി കൊടുക്കേണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ പറയുന്നത് കേട്ട് നമുക്ക് ഇരുന്നാൽ മതി, അവർക്കൊന്നും സഹായം ചെയ്യേണ്ട എന്ന് ധരിക്കരുത്. കാരണം they also have to live. അവരും ഭക്ഷണം കഴിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ബ്രാഹ്മണാസ് ആർ അലൗഡ് ടു റിസീവ് അസ് ദക്ഷിണ. അത് 1 രൂപ കൊടുത്താലും 1,00,000 രൂപ കൊടുത്താലും he should be 100% satisfied. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും ഞാൻ അത് ആവർത്തിക്കുകയാണ്. കാരണം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് അനിവാര്യമായതുകൊണ്ട് പറയുകയാണ്. നമ്മുടെ മായാപൂരില് ഇത് ബ്രാഹ്മണിസ്റ്റാൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ യജ്ഞം ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. I promise at the lotus feet of Sri Sri Radha Madhava that I will never do this as a business. ഇതൊരു ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ള ദക്ഷിണ കൊടുക്കണം. ആ ദക്ഷിണ കൊടുക്കുന്നത് തന്നെ കാറ്റഗറീസ് ഉണ്ട്. ദക്ഷിണ കൊടുക്കുന്നതിന് കാറ്റഗറീസ് തന്നെ ഹൗ എക്സ്പേർട്ട് ഹി ഈസ്. ഒരു യജ്ഞം നമ്മൾ കാണുകയാണെങ്കിൽ യു ക്യാൻ ഫീൽ ദാറ്റ്. ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കൊരു ഫീൽ ഉണ്ടാവും. എത്ര നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്യുന്നു. ആ കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഈസ് വെൽ അവെയർ ഓഫ് ദ പ്രോസസ്. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ദാറ്റ് ഈസ് തേർഡ് തിങ്. പിന്നെ ഫോർത്ത് തിങ് എന്ന് പറഞ്ഞാല് ഹൗ ഹി ചാൻസ് ദ മന്ത്രാസ്, മന്ത്രങ്ങളൊക്കെ എങ്ങനെ ഉച്ചരിക്കുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കൺസിഡർ ചെയ്തതിന് ശേഷം യു ഫിക്സ് ഓക്കെ ഹൗ മച്ച് ഐ ക്യാൻ പേ ഹിം. ആ ബ്രാഹ്മണൻ ഒരിക്കലും പറയില്ല വാട്ട് ഈസ് ഹിസ് ദക്ഷിണ. സോ അത് കണ്ടതിന് ശേഷം യു ഫിക്സ് എൻ എമൗണ്ട് ഇൻ ദ മൈൻഡ്. ഞാൻ പറയുമ്പോൾ മറ്റൊരു രീതിയിൽ എടുക്കരുത്. ദർ ഇസ് ലോ ആക്ച്വലി. ഇത് നമ്മൾ ആ സാധാരണ ആരോടും പറയാറില്ല. ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറയുകയാണ്. ദർ ഈസ് സംതിങ് കോൾഡ് അക്ഷിത്ര വചനം. ദാറ്റ് മീൻസ് ഹോമം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, യജ്ഞം എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അംഗഹീനം ക്രിയാഹീനം വിധിഹീനം ചെയ്യാദ്ഭവേത് അസ്തുത സർവമശ്ചിത്രം കൃഷ്ണകാർഷ്ണ പ്രസാദ. ഭഗവാനെ, ഞാൻ ഈ ചെയ്ത ഇതിലോ ഉള്ള എന്തെങ്കിലും രീതിയിൽ മന്ത്രോച്ചാരണത്തിലോ പ്രോസസ്സിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് അങ്ങ് ക്ഷമിക്കണം. അത് അങ്ങയെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്തതാണ്. അതിനെ അടിയൻ ചെയ്ത തെറ്റുകളെ അങ്ങ് മാപ്പാക്കി അതങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അച്ഛിദ്രവചനം എന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കേണ്ടത് അതിനു മുൻപാണ്. അത് ചൊല്ലുന്നതിന് മുൻപ് ദക്ഷിണ കൊടുത്തിരിക്കണം. ആ സമയത്ത് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ സമയത്തിനകം കൊടുക്കേണ്ടതെന്നാൽ നിങ്ങൾ ആദ്യം തീരുമാനിച്ച എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും വിതിൻ 1 hour. അത് കഴിഞ്ഞിട്ടാണ് സമയമെങ്കിൽ അതിന് അടുത്ത 1 മണിക്കൂറിനകം നിങ്ങൾ കൊടുക്കണം. ബട്ട് ഷുഡ് ബി ദ ഡബിൾ ദ എമൗണ്ട് വാട്ട് യു തോട്ട്.
ആ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ യു ഹാവ് 4 hours, 4 മണിക്കൂർ. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 മണിക്കൂറിന് കൊടുക്കേണ്ടത് 10 times ഓഫ് ദ എമൗണ്ട് വാട്ട് യു തോട്ട്. നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ 10 മടങ്ങായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ആ 4 മണിക്കൂറിന് കൊടുത്തില്ല, then you have 24 hours. ആ 24 hours എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 100 times ഓഫ് വാട്ട് യു തോട്ട്. നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ 100 മടങ്ങായിരിക്കണം 24 മണിക്കൂറിനാണ് കൊടുക്കുന്നത്. 24 മണിക്കൂറാണ് കൊടുത്തില്ലെങ്കിൽ യു ഹാവ് 1 month. 1 മാസമുണ്ട്. 1 മാസത്തിനാണ് കൊടുക്കാം. 1 മാസത്തിന് കൊടുക്കുകയാണെങ്കിൽ അതെന്തോ 1000 times. പിന്നെ 1 മാസം കൊടുത്തില്ലെങ്കിൽ പിന്നെ then don't give. പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. കാരണം യു ഡോണ്ട് ഗെറ്റ് എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. സോ ആ ചെയ്യുന്ന ബ്രാഹ്മണനെ സന്തുഷ്ടനാക്കുക എങ്കിൽ മാത്രമേ എത്ര സന്തുഷ്ടനാകുന്നോ അതിനനുസരിച്ചിട്ടാണ് ആ ബ്രാഹ്മണൻ അതിന്റെ ഫലവും നൽകുന്നത്. കാരണം ഹീസ് ടേക്കിംഗ് യുവർ കർമ്മ. നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ അവിടെ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ഇമ്പാക്ട്സ്, ഒരുപാട് ദുർചിന്തകളും അല്ലെങ്കിൽ ദുശകുനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ അത് ചെന്ന് ചെയ്യുമ്പോൾ ആക്ച്വലി ദാറ്റ് ബ്രാഹ്മണ ഈസ് ടേക്കിംഗ് ദാറ്റ്. അവിടെ നിന്ന് ആ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ ആ ബ്രാഹ്മണൻ അത് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. സോ അപ്പൊ ആ ഇഫക്റ്റ് അദ്ദേഹം അത് ഏറ്റെടുക്കുമ്പോൾ then he should be remunerated accordingly. എനിക്ക് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു അനുഭവം ഞാൻ പറയാണ്. ഞാനൊരു വീട്ടില്, ഒരു ഭക്തന്റെ വീട്ടില് ഹോമം ചെയ്യാനായിട്ട് എന്നെ വിളിച്ച് ഞാൻ പോയി ഹോമം ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ പയ്യന്, അവന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, 10ാം ക്ലാസ്സിലോട്ട് കയറുന്ന സമയം അത്രേ ഉള്ളൂ, കൊച്ചുപയ്യന്. അവന് ഹോമം തുടങ്ങാൻ ജസ്റ്റ് ഐ എം ഗുഡ് അബൌട്ട് സ്റ്റഡി. ഞാൻ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിരിക്കണം, ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും അമ്മയും, ഈ ഇത്രയും പേരടങ്ങുന്നതാണ് ഫാമിലി. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിരിക്കുന്നതാണ്. എല്ലാവരും വന്നിരുന്നു. സോ ആരംഭിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും ഉണ്ടോ എന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പയ്യനെ കാണുന്നില്ല. ഞാൻ അവനോട് പോയി. അവൻ അവിടെ ഇരുന്ന ഉടൻ തന്നെ ഛർദ്ദിക്കണമെന്ന് തോന്നുന്നു. ഈ സ്റ്റാർട്ടഡ് വോമിറ്റിംഗ് സെൻസേഷൻ. അവന് ഉടനെ മോളിപ്പോയി വോമിറ്റ് ചെയ്ത് പിന്നെ കൈകാലം കൈയിട്ട് തിരിച്ചു വന്ന് അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് നോക്കുമ്പോൾ ഈസ് മിസ്സിങ്, കാണുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ചില സമയത്ത് അവിടെ ഇരിക്കുന്ന കാണാം. പക്ഷെ ഇരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ആ പയ്യൻ ഇത് കാണിക്കുക, ഇത് സ്വാഹ എന്ന് പറയുമ്പോൾ അത് ഇടാനുള്ള മനോഭാവം കാണിക്കുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ ഐ ഫെൽ സംതിങ് ഫിഷി ദെയർ. അപ്പൊ ഞാൻ പറഞ്ഞു, പതിവ് ഇപ്പൊ നമുക്ക് ഈ ഇടയ്ക്ക് ഹോമത്തിനിടയ്ക്ക് ഒരു ആമന്ത്രിക ഹോമ എന്ന് പറയുന്ന ഒരു ഹോമമുണ്ട്, ഒരു ഹോമമുണ്ട്. അപ്പൊ വിത്തൗട്ട് എനി മന്ത്ര നമ്മൾ തുളസി സ്റ്റിക്ക് എടുത്തിട്ട് ഗീയിൽ മുക്കിയിട്ട് നമ്മൾ ഹോമത്തിലേക്ക് അർപ്പിക്കും. ആ സമയം വേണേ വി ക്യാൻ ടേക്ക് എ ബ്രേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക് എടുക്കാം. സോ അങ്ങനെ ഒരു ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, is there any issue with the boy? എനിക്ക് ഇവരെ ഈ പയ്യനെ 3 വയസ്സ് മുതൽ എനിക്ക് അറിയാവുന്ന ഫാമിലിയാ. ഈവൻ he was 3 years old. 3 അല്ല, 1.5 വയസ്സ് മുതൽ എനിക്ക് അറിയാവുന്ന. ഞങ്ങള് ദുബായിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്, ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ താമസിച്ചവരാണ്. സോ അപ്പൊ ഞാൻ ചോദിച്ചു, പയ്യന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പറഞ്ഞു, എന്നെ വിളിച്ച് ഹോമം ചെയ്യാനായിട്ട് വിളിക്കുന്നതിന് ഏതാണ്ട് 2 ആഴ്ച മുമ്പെങ്ങാണ്ട് അവരൊരു അസ്ട്രോളജർ എടുത്ത് വിടാൻ എന്നോട് പറഞ്ഞില്ല ഇതേ സാർ. ഞാൻ പറഞ്ഞു സംതിങ് നെഗറ്റീവ് തിങ് ഈസ് അഫക്റ്റിംഗ് ഹിം എന്ന് ഞാൻ പറഞ്ഞു. എന്തോ ഒരു എനർജി അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോ അവർ പറഞ്ഞു 2 ആഴ്ച മുമ്പ് അവർ അസ്ട്രോളജർ എടുത്ത് പോയിട്ട് ഇവനെ എന്തോ സംഭവം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ നരസിംഹഹോമം ചെയ്തതിനു ശേഷം ഹി ഹാഡ് എ ബിഗ് ചേഞ്ച്. ഇപ്പൊ അന്ന് പഠിക്കുന്നതിലൊക്കെ വളരെ മോശമായിരുന്നു, പിന്നെ പഠിക്കുന്നതൊക്കെ നല്ല ഇതായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവനാണെങ്കിൽ ഐ തിങ്ക് 73-74% 10th ബോർഡ് എക്സാമിന് കിട്ടി CBSE. അവർ അത്രയും പ്രതീക്ഷിച്ചില്ല. ഈ ഹോമത്തിന് ശേഷം there's a big impact. ഇപ്പം he is preparing for his engineering entrance വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. +2 സയൻസ് എടുത്തിട്ട് പഠിക്കുന്നു. പഠിക്കാൻ ഇപ്പൊ താല്പര്യം കൂടി. ദാറ്റ് മീൻസ് ദെൻ ആക്ച്വലി ഇറ്റ്സ് നോട്ട് മൈ ക്ലെയിം. ഞാൻ ക്ലെയിം ചെയ്യല ഞാൻ വലിയ ആളാന്ന് പോലെ. ദാറ്റ്സ് എ പ്രോസസ് വി ആർ ഡൂയിങ്. നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സ്
നമ്മൾ അതേപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി അങ്ങനെയുള്ള സമയത്ത് എന്താണ് പറഞ്ഞ ഉദ്ദേശിച്ച ആ നെഗറ്റീവ് എനർജിയെ ആ ചെയ്യുന്ന ബ്രാഹ്മണനാണ് ആവാഹിച്ചെടുത്ത് മന്ത്രത്തിൽ കൂടി ആവാഹിച്ചെടുക്കുമ്പോൾ ഹീ ഗെറ്റ്സ് ദാറ്റ് ഇമ്പാക്ട്. നമുക്ക് പ്രത്യേകം നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ ആണ്, ഇങ്ങനെ ഹോമം ചെയ്യുമ്പോൾ നമ്മളുടെ സാധന ഷുഡ് ബി ഡബിൾ സ്ട്രോങ്, എങ്കിൽ മാത്രമേ നമുക്കത് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി കാർമിക്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, കർമ്മം എടുക്കുമ്പോൾ then he should be remunerated accordingly. പക്ഷെ he never asks. ഒരിക്കലും ചോദിക്കില്ല അദ്ദേഹം എത്രയാണ് സാലറി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പൊ അജി മാതാജി പറഞ്ഞ പോലെ പിന്നെ ലിസ്റ്റ് എഴുതുമ്പോൾ ദേ മെൻഷൻ ദിസ് ഈസ് മൈ റെമ്യൂണറേഷൻ. ഞാൻ ഇവിടെ ദിവസം ഹരേ കൃഷ്ണ, ആരാണ് സംസാരിക്കുന്നത്? ഇവിടെ അടുത്ത് നമ്മുടെ എന്റെ വീട്ടിൽ ഒരാൾ വന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഒരു സുദർശന ഹോമം നടന്നത് 1,20,000 രൂപ അവർ ചാർജ് ചെയ്യുന്നത്. ദേ ബ്രിങ് എവറിഥിങ്, അവരെല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അവര് സുദർശന ഹോമം ചെയ്തിട്ട് പോകും. 1,20,000 രൂപ. ഞാൻ പറയും മാക്സിമം അവർ മേടിക്കേണ്ട സാധനം 20,000 രൂപ സാധനം മേടിക്കേണ്ടി വരും. 20,000 രൂപ സാധനം മേടിക്കേണ്ടി, ബാക്കി 1,00,000 രൂപ അവർക്കാവും. സോ ഇസ്കോണിൽ ഒരിക്കലും വി നെവർ ആസ്ക് ഓർ വി നെവർ ചാർജ് ലൈക്ക് ദാറ്റ്. നമുക്ക് 1,00,000 1,00,000 രൂപയാണെങ്കിൽ ഒരു ടെമ്പിൾ ഇൻസ്റ്റലേഷൻ സെറിമണി തന്നെ ചെയ്തിട്ട് വരാൻ പറ്റും. അത്രയ്ക്ക് വിശാലമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ അത്രയും ചാർജ് ആണ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫീസ് ചോദിക്കുന്നവരാവരുത്. സോ ഈ ഷുഡ് ബി റെമ്യൂണറേറ്റഡ്, ബട്ട് ഈ ഷുഡ് ബി റെമ്യൂണറേറ്റഡ് ലൈക്ക് ആസ് പെർ ദ യജമാനന്റെ ഇച്ഛാനുസരണം, യജമാനന്റെ ശക്തി. തീർച്ചയായിട്ടും ദാറ്റ് മാറ്റേഴ്സ്. ദാറ്റ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ. ആ യജമാനൻ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷിയും. ഞാൻ ജൂൺ മാസത്തില് ഞാൻ ഒരു കല്യാണം ഏറ്റിരുന്നു, എഗ്രീഡ്. ഐ സെഡ് യു പേ മീ 1 രൂപ ദക്ഷിണ, ഐ എം ഹാപ്പി. കാരണം അവര് ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ കല്യാണത്തിന് ഞാൻ നടത്തി കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ജൂൺ മാസമാണ്, ഈ മാസം 12-ാം തീയതി വെച്ചാണ് കല്യാണം. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം റെഡി ടു ഡു ഇറ്റ് ഫോർ 1 രൂപ. അപ്പോ ബ്രാഹ്മണനും അതുപോലെ ക്വാളിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഹി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ഗെറ്റിംഗ്. 1 രൂപ കിട്ടിയുള്ളെങ്കിൽ ഹി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ബ്ലസ് ദ യജമാന ആൻഡ് ദെൻ കം ബാക്ക്. സോ ഒരുപാട് കാറ്റഗറീസ്, ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാലറി ആര് മേടിച്ചാലും he can never be a brahmana or he is a shudra എന്നൊരു പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. സോ അപ്പൊ ആലോചിച്ചപ്പോ ആരൊക്കെയാണ് ശൂദ്രന്മാര് എന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഹരേ കൃഷ്ണ. സോ വിൽ എൻഡ് ദ സെഷൻ നൗ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ രാം രാം രാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ, ചോദിക്കാനുണ്ടോ? സമയം നമുക്ക് നിശ്ചയ കൂടി. ഹരേ കൃഷ്ണ. ഒരു ചെറിയ ചോദ്യം ചോദിച്ചേ. ചോദിച്ചോ. അപ്പൊ നമ്മൾ അദാനി അംബാനിയൊക്കെ വൈശ്യരല്ലേ വരുന്നത്? 100% അവര് വൈശ്യര. കാരണം അവര് ആരോടും സാലറി ചോദിക്കുന്നു അങ്ങനെയൊന്നുമില്ല. അവരവരുടെ കർത്തവ്യം ചെയ്യുന്നു. പക്ക ബിസിനസ് പീപ്പിൾ. അവര് പക്ക വൈശ്യര് തന്നെയാണ്, അത് സംശയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ് ഗംഗാധര പ്രഭു. കുറേ നാള് മുമ്പുള്ള ഒരു ഇതാണ് ഇത്. നമ്മൾ ഇത് ഉറച്ച് പറഞ്ഞോ, കേൾക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. കേൾക്കാവോ? ബെറ്റർ ആണ്. കേൾക്കാം. സോ വളരെ നാൾ കൊണ്ടുള്ളൊരു സംശയമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഈ ചാതുർവർണ്ണ്യത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ക്ഷത്രിയരല്ലാത്തവര്, യോഗ്യതയില്ലാത്തവരെ ക്ഷത്രിയ ഇതിൽ എടുക്കാറില്ല. അപ്പം അത് യോനി യോഗ്യതയാണോ അതോ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ ആണോ? ഒരു സംശയം. യഥാർത്ഥ ക്വാളിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഏകലവ്യൻ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആദ്യം ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിരുന്നു ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടാക്കിയിട്ട് ഒളിഞ്ഞു നിന്നിട്ട് അതെല്ലാം പഠിച്ചതിന് ശേഷം ദക്ഷിണ അദ്ദേഹത്തിന്റെ തെള്ളവരിൽ മുറിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷെ അവിടെ എനിക്കൊരു സംശയം, അത് എന്തുകൊണ്ടാണ് ഏകലവ്യനെ യുദ്ധത്തില് ഭഗവാൻ വധിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഏകലവ്യനെ ഭഗവാൻ വധിച്ചു എന്ന് പറയുന്നുണ്ട്. ഏകലവ്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഞാൻ അവരോട് ചോദിച്ചു, അവര് പറഞ്ഞാൽ അത് ഇതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ്.
അപ്പം അതിനുശേഷം ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തുമില്ല. പോട്ടെ. ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന് പ്രത്യേക കാരണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ അത് ക്ലാരിഫൈ വന്നില്ല, എന്താണ് അങ്ങനെ നടന്നത്, അല്ലെ അങ്ങനെ പക്ഷെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഏകലവ്യൻ കാര്യത്തിന്. യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കേട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഏകലവ്യൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അതിന് തമ്പ് വരലില്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കും? പ്രഭു പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. അതായത് എന്തുകൊണ്ടാണ് ദ്രോണാചാര്യൻ അങ്ങനെയെങ്കിൽ പഠിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ കർണന്റെ കാര്യം പറയുമ്പോഴും സെയിം ആണ്. അന്ന് കാരണം ഭഗവാന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്ലാനുകളുണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു റിബലായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കർണനെ ഇവര് പിന്നെ ദ്രോണാചാര്യർ പഠിപ്പിക്കുകയാണ് എങ്കിൽ അർജുനനെതിരായിട്ട് വരും എന്ന് ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഭഗവാൻ അതിനെക്കാട്ടി കൂടുതൽ ഹയർ പ്ലാൻ ഉണ്ട്. സോ ഈ വെൻ ടു കാരണം പ്രോപ്പർ രീതിയിൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അർജുനനേക്കാൾ മഹത്വമുള്ള ഒരു തേരാളി, ഒരു യോദ്ധാവായിട്ട് കർണൻ മാറാം. അപ്പൊ കർണൻ അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. സോ തീർച്ചയായിട്ടും ചതിയിൽ കൂടി തന്നെയാണ് കൊല്ലുന്നത്. പക്ഷെ ആ കർണന് ആ ഒരു ശാപം കിട്ടണമെങ്കിൽ പരശുരാമനിൽ നിന്ന് കൂടെ പഠിച്ച് കള്ളം പറഞ്ഞു പോയി പഠിച്ചിട്ട് ആ ശാപം കിട്ടിയെങ്കിൽ മാത്രമേ കർണനെ അതുപോലെ വധിക്കാനും സാധിക്കത്തുള്ളൂ. പക്ഷെ എല്ലാത്തിനും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാകുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈവൻ ദ്രോണാചാര്യർ പോലും അതിന് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ പക്ഷെ വേറൊരു കാര്യം പറയാം, ദ്രോണാചാര്യര് പ്രഭു വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈവൻ കർണനെ ആണെങ്കിലും ഏകലവ്യനെ ആണെങ്കിലും ദ്രോണാചാര്യർ പഠിപ്പിക്കാഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്രോണാചാര്യർ ഹാസ് എൻറ്റേഡ് ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരുന്നു. എന്താണ്? കുരുവംശത്തിലുള്ള രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ. അതിന്റെ പുറകില് ദ്രോണാചാര്യർക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. കാരണം അദ്ദേഹം ഒരു പേഴ്സണൽ മോട്ടീവ് വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. സോ ആ കോൺട്രാക്ട് എൻ്റർ ചെയ്ത പ്രകാരം കുരുവംശത്തിലുള്ള രാജകുമാരന്മാരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് എടുത്തുകൊണ്ടാണ്. കാരണം അവരെ കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. സോ ആ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് അതായത് കൗരവ വംശത്തിലുള്ള അല്ലെങ്കിൽ കുരുവംശത്തിലുള്ള രാജകുമാരന്മാരെ, ക്ഷത്രിയരായ രാജകുമാരന്മാരെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ അദ്ദേഹം പ്രത്യേകം ഗുരുകുലമൊക്കെ കെട്ടി അവർക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് മറ്റൊരു വെളിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കാൻ അത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏകലവ്യനെ ആ സമയത്ത് മാറ്റിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ വിഗ്രഹം വെച്ചുകൊണ്ട് ഏകലവ്യൻ പഠിച്ചപ്പോ അത് അദ്ദേഹം ചെയ്ത തെറ്റാണ്. ഗുരുവിന്റെ അനുവാദമില്ലാതെ ശിക്ഷണം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കാതെ അദ്ദേഹത്തിന് ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒളിഞ്ഞു നിന്ന് അർജുനനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കണ്ടിട്ട് അദ്ദേഹം വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത്. സോ അത് അദ്ദേഹം ചെയ്ത തെറ്റാണ്. അതുകൊണ്ടാണ് ഗുരുദക്ഷിണയായിട്ട് വരിൽ ചോദിച്ചത്. പിന്നെ അടുത്ത ഭാഗം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് ഞാൻ എങ്ങും കേട്ടിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഓത്തറൈസ്ഡ്. അത് പങ്കെടുത്തോ അതോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് വേറെ ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ റെഫറൻസ് കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ വെച്ച് റിസർച്ച് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഏകലവ്യൻ വിരല് കൊടുക്കുന്ന സമയത്ത് ദ്രോണാചാര്യ അനുഗ്രഹം കൊടുക്കുന്ന, ഒരിക്കലും നിനക്കൊരു എതിരാളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കാവുന്ന പ്രോസസ്സ് വരുന്നില്ല. അതെ, ശരിയാ. അതാണ് അപ്പോൾ സംശയം. അത് ക്ലാരിഫൈ ചെയ്യണം നമുക്ക് എവിടെയെങ്കിലും. ചിലപ്പോൾ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ പറയുന്നത് ഇത് പറയുന്നില്ലേ, ഭഗവാൻ കൃഷ്ണന്റെ ശവം ദഹിപ്പിച്ചതിന് ശേഷം ഹൃദയം തുടിച്ചു നിന്നു. ആ ഹൃദയമാണ് ജഗന്നാഥ് പുരിയിലെ വിഗ്രഹത്തിനുള്ളിലിരിക്കുന്ന വിഗ്രഹം, അല്ലെ ഹൃദയം എന്ന്. ഇപ്പോഴും തുടിക്കുന്ന വിഗ്രഹം ഉണ്ട് എന്ന്, ഹൃദയമുണ്ട്. തീർച്ചയായും അതുണ്ട്. പക്ഷെ അത് കൃഷ്ണന്റെ ശരീരം ദഹിപ്പിച്ചതിന് ശേഷം കൃഷ്ണന്റെ ശരീരത്തിൽ ദഹിക്കാതെ കിടന്ന ഭാഗമാണ് അത്ര ഹൃദയം. ആ ഹൃദയം എടുത്താണ് ജഗന്നാഥ് പുരിയിൽ വിഗ്രഹത്തിനുള്ളിൽ വെച്ചിരിക്കുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ഹി നെവർ ലെഫ്റ്റ് ഹിസ് ബോഡി ഹിയർ. ഭഗവാൻ ശരീരത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ അങ്ങ് പോയത്. തീർച്ചയായിട്ടും ഭഗവാന്റെ ഹൃദയം ഇവിടെ ജഗന്നാഥ് പുരിയിൽ വിഗ്രഹത്തിനുള്ളിലുണ്ട്. അത് വേറൊരു സത്യം. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് അതായത് ശരീരത്തിൽ ദഹിക്കാത്ത ഹൃദയം വന്ന് കൊണ്ടുവച്ചെന്ന് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുമുണ്ട്. സോ ഐ ഡോണ്ട് നോ. ഇപ്പൊ നമുക്ക് സോഴ്സ് നമ്മൾ ക്ലിയർ ആകണം എന്താണെന്നുള്ളത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ദ്രോണാചാര്യർ അക്സെപ്റ്റ് ചെയ്യായിരുന്നത്, ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ പ്രഭു. മറ്റേത് നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചിന്തിച്ചിട്ടുള്ള, കാരണം അത് ഭഗവാന്റെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛ തന്നെ.
നോ പ്രോബ്ലം. കറക്റ്റ്. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവരും വന്നതിൽ ഹൃദയംഗമായി നന്ദി. താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय, टेगोर सिंह प्रेमानंदे हरि बोल.